ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ അവസാനിച്ചു. ഇനി അടുത്ത ടോപ്പിക്ക് ടെസ്റ്റിലേതാ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, അത് ചൈനീസ് റവല്യൂഷൻ്റെ ഒപ്പം എടുക്കുകയാണ്. ഇപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് ഏതാ, റഷ്യൻ റവല്യൂഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ, റഷ്യൻ റവല്യൂഷനാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള, അതായത് റഷ്യൻ റവല്യൂഷൻ്റെ റീസൺസ്, കാരണങ്ങൾ, റഷ്യയിൽ റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ദ റീസൺസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. ഫസ്റ്റ് റീസൺ, ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർ കിങ്ഡം. അതായത് റഷ്യൻ ഭരിച്ചിരുന്ന ഒരു രാജാക്കന്മാരാണ്. കിങ്സ് ആണ് ആര്, സാർ രാജാക്കന്മാർ. സാർ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ SIR സാർ അല്ല, TSAR. അവിടെ T സൈലന്റ് ആണ്. അപ്പോൾ സാർ എന്നാണ് അതിനെ വിളിക്കുക, സാർ കിങ്സ്. അപ്പോൾ സാർ കിങ്സിൻ്റെ, രക്ഷ ഭരിച്ചിരുന്ന സാർ കിങ്സിൻ്റെ ഓട്ടോക്രാറ്റിക് റൂൾ, സ്വേച്ഛാധിപത്യ ഭരണമാണെന്ത് ഒരു റീസൺ. അവരെന്ത് ചെയ്തു, ഫാമേഴ്സിനെയും ഫാക്ടറി വർക്കേഴ്സിനെയും ചൂഷണം ചെയ്തു, അമിതമായി ജോലി ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ കൂലി നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തു. അത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു, കാരണമായിരുന്നു റഷ്യൻ റവല്യൂഷന്. അതുപോലെ രണ്ടാമത്തെ കാരണം, ദ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് ഹൈ ടാക്സ്. അതായത് ഫാമേഴ്സ് അവർ അഗ്രികൾച്ചർ കൃഷി ചെയ്ത് പ്രൊഡക്ഷൻ കുറഞ്ഞാലും, ഇപ്പോൾ എന്തെങ്കിലും പ്രളയമോ അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം കാരണം അവരുടെ പ്രൊഡക്ഷൻ കുറഞ്ഞാലും എന്ത് ചെയ്യണം, ആ ഫാമേഴ്സ് കിങ്സിന്, രാജാക്കന്മാർക്ക് ഹൈ ടാക്സ്, ഉയർന്ന ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രശ്നവും എന്തായി, ഇതിലേക്ക് റഷ്യൻ റവല്യൂഷനിലേക്ക് നയിക്കാനൊരു കാരണമായി. അതുപോലെ ലോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. നമുക്കറിയാം റഷ്യ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് ഒരുപാട് റിസോഴ്സസും അതുപോലെ മെറ്റീരിയൽസും ഉണ്ട്. പക്ഷെ അതൊന്നും ആർക്ക്, ഈ പറഞ്ഞ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ അനുവദിച്ചില്ല. അവരെ കൊണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചുള്ളൂ, ജോലി ചെയ്യിച്ചുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രീസൊക്കെ അവിടെ കുറവായിരുന്നു. ഉള്ള ഇൻഡസ്ട്രീസ് ആരെയായിരുന്നു, വിദേശത്ത് നിന്ന് വന്ന ദ ഇൻട്രൂഷൻ ഓഫ് ഫോറിനേഴ്സ്. വിദേശികൾ കടന്നു വന്നിട്ടാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞ ഇൻട്രൂഷൻ, അതായത് അവർ വന്നിട്ടാണ് റഷ്യയിൽ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അവരുടെ അധീനതയിലായിരുന്നു എന്ത്, ഇൻഡസ്ട്രീസും ഫാക്ടറീസും. അപ്പോൾ ആ ഫാക്ടറീസിലൊക്കെ രാജാക്കന്മാരെന്ത് ചെയ്തു, നമ്മുടെ റഷ്യൻ ജനങ്ങളെ ജോലി ചെയ്യിപ്പിക്കാൻ വിട്ടു. അപ്പോൾ ഫോറിനേഴ്സ് ആകുമ്പോൾ എന്താ പ്രശ്നം, അവർ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. കുറഞ്ഞ കൂലിയും അതുപോലെ തന്നെ അമിതമായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള റഷ്യൻ റവല്യൂഷൻ്റെ റീസൺസ്, കാരണങ്ങൾ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനമായിട്ട് എന്തായി, റഷ്യയിൽ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ റഷ്യൻ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യയിലെ വർക്കേഴ്സ് റഷ്യൻ ഭരണാധികാരികൾക്ക് മുന്നോട്ട് വെച്ച കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. നമുക്കറിയാം എന്താ, റഷ്യൻ ജനങ്ങൾ, വർക്കേഴ്സ്, അവസാനം അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല, ഞങ്ങളെ ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലായപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഭരണാധികാരികൾക്ക് കുറച്ച് ഡിമാൻഡ്സ് മുന്നോട്ട് വെച്ചു. എന്തൊക്കെയാണ് ഡിമാൻഡ്സ് നോക്കാം. They demand to abolish the private property system. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം അബോളിഷ് ചെയ്യാൻ, അതായത് സ്വത്ത് ജനങ്ങൾ, നമുക്കറിയാം ഭൂ ഉടമകൾ സ്വത്ത് കയ്യിൽ വയ്ക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റി എല്ലാവർക്കും ഭൂ ഉടമസ്ഥത ലഭിക്കുന്ന സിസ്റ്റം കൊണ്ടുവരാൻ അവർ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഓക്കെ അല്ലേ. അതുപോലെ everyone has to work, എല്ലാവരും ജോലി ചെയ്യണം. അതായത് ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും ജോലി ചെയ്ത് ബാക്കിയുള്ളവർ അതിൻ്റെ ഈൽഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വർഗങ്ങളായി മാറരുത്, എല്ലാവരും ഒരേപോലെ ഈക്വലായി വർക്ക് ചെയ്യണമെന്ന് അവർ മുന്നോട്ട് വെച്ചു. അതുപോലെ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, എല്ലാ പ്രൊഡക്ഷനും, അതായത് ഉൽപ്പാദനത്തിൻ്റെ എല്ലാ ഫലങ്ങളും എല്ലാവരുടെ കൈകളിലും എത്തണം. അതായത് ഫാർമേഴ്സ് കഷ്ടപ്പെട്ട് അഗ്രികൾച്ചർ കൃഷി ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെയുള്ള രാജാക്കന്മാരും വന്ന് കളക്ട് ചെയ്ത് അവരത് കൊണ്ട് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു. അപ്പം അങ്ങനെ സംഭവിക്കരുത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ ലാഭം അവർക്ക് ലഭിക്കണം. അതുപോലെ ഓൾ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, ജനങ്ങൾക്കും അവരുടേതായ അധികാരങ്ങൾ വിഭജിച്ച് കൊടുക്കണം. ജനങ്ങളെയും ഭരണ
അഭിപ്രായങ്ങളിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ അവർ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സാർ രാജാക്കന്മാർ നിഷേധിച്ചു. അപ്പോൾ അതെല്ലാം ജനങ്ങളിൽ വളരെയധികം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നെ നമുക്കറിയാം എന്താ, ഏതൊരു റവല്യൂഷൻ ആണെങ്കിലും, ഇപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ പഠിച്ചപ്പോഴും ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു എന്താ, ഏതെങ്കിലും തിങ്കേഴ്സിൻ്റെയും അതുപോലെ ഈ പറഞ്ഞ ഐഡിയോളജിസ്റ്റുകളുടെയും റൈറ്റേഴ്സിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റഷ്യൻ റവല്യൂഷനിലും അതുപോലെ തന്നെ കുറച്ച് എഴുത്തുകാർ, റൈറ്റേഴ്സും തിങ്കേഴ്സും അവരുടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് ആൾക്കാരാണുള്ളത്. പ്രധാനപ്പെട്ട എഴുത്തുകാർ നമുക്ക് നോക്കാം. ചെറുകഥകളും അതുപോലെ ഷോർട്ട് സ്റ്റോറീസും അതുപോലെ നോവൽസും കാര്യങ്ങളൊക്കെ എഴുതി ജനങ്ങളുടെ ഉള്ളിലേക്ക് അന്നത്തെ റഷ്യൻ സമൂഹത്തിൻ്റെ ദുരവസ്ഥയും പട്ടിണിയും ചൂഷണങ്ങളുമൊക്കെ എഴുതി ജനങ്ങളിലേക്ക് എത്തിച്ച കുറച്ച് എഴുത്തുകാരുടെ പേര് നമുക്ക് നോക്കാം. ആരൊക്കെയാ? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർഗനോവ് ആൻഡ് ആൻഡോൺ ചേക്കോവ്. ഇപ്പോൾ പേരുകളൊന്ന് നോക്കിയേ. മാക്സിം ഗോർക്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. നമ്മുടെ ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികൾ, അദ്ദേഹത്തിൻ്റെ മദർ എന്ന് പറയുന്ന പ്രശസ്തമായൊരു ബുക്കുണ്ട്, അതിൽ കുറച്ച് വരികൾ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതോടുകൂടിയിട്ടാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാക്സിം ഗോർക്കി, പിന്നെ ലിയോ ടോൾസ്റ്റോയ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളായാലും അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന വലിയൊരു പുസ്തകമായാലും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ ആൻഡൺ ചേക്കോവ്, അതുപോലെ ഇവാൻ ടർഗനോവ് എന്നീ റൈറ്റേഴ്സ് എന്ത് ചെയ്തു, അന്നത്തെ റഷ്യൻ സമൂഹത്തെ ഒരുപാട് എഴുത്തിലൂടെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ എഴുത്തുകാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് എന്ത്, കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏംഗൽസ്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാർക്സിസ്റ്റ് ചിന്തകരാണ് ആര്? ഈ പറഞ്ഞ മാർക്സും അതുപോലെ തന്നെ ഏംഗൽസും. അപ്പോൾ ഈ മാർക്സും ഏംഗൽസും ആണ് എന്ത്, ലോകത്ത് ആദ്യമായി മാർക്സിസ്റ്റ് ചിന്താഗതി കൊണ്ടുവന്ന ആൾക്കാർ. മാർക്സിസ്റ്റ് ഐഡിയോളജീസിൻ്റെ ആൾക്കാരായിരുന്നു ആര്? നമ്മളുടെ ഏംഗൽസും അതുപോലെ കാൾ മാർക്സും. അപ്പോൾ അവർ ഈ ഒരു ചിന്താഗതി അതെന്തായിരുന്നു, വർക്കേഴ്സ് എല്ലാവരും ഒത്തുകൂടുക, അവരെല്ലാവരും ഒത്തുകൂടി മുതലാളി വർഗത്തിനെതിരെ പ്രതിഷേധിക്കുക. ഈ ഒരു നയമായിരുന്നു ആര്? നമ്മളുടെ കാൾ മാർക്സും ഏംഗൽസും കൊണ്ടുവന്നത്. അപ്പോൾ അതെല്ലാം ജനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതുപോലെ അതിൻ്റെ എല്ലാം ഫലമായി ഈ എഴുത്തുകാരുടെയും ഈ ചിന്തകരുടെയും എല്ലാം ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി, ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു, തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചു. അപ്പോൾ പാർട്ടിയുടെ പേരെന്താ? സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടി അങ്ങനെ ഫോം ചെയ്തു. ആ ഫോം ചെയ്ത പാർട്ടി ഒരുപാട് പ്രതിഷേധങ്ങളും റാലികളും ഒക്കെ സംഘടിപ്പിച്ചു. പിന്നീട് എന്തുണ്ടായി, ഈ എന്തായാലും നമുക്കറിയാം ഏതൊരു പാർട്ടിയിലും കുറേ ഭിന്നിപ്പുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആശയപരമായൊരു ഭിന്നിപ്പ് വന്നിട്ട് ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞു. ഏതാ? ബോൾഷെവിക്സും മെൻഷെവിക്സും. അങ്ങനെ ബോൾഷെവിക്സ് എന്നും മെൻഷെവിക്സ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഈ പാർട്ടി പിരിഞ്ഞു. ബോൾഷെവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ആയിട്ടുള്ള, അവിടുത്തെ റഷ്യയിലെ മെജോറിറ്റി ആയുള്ള ജനങ്ങൾ കൂടി ഫോം ചെയ്തതാണ് ബോൾഷെവിക്സ്. മൈനോറിറ്റി ആയിട്ടുള്ള ജനങ്ങൾ, കുറച്ച് ആൾക്കാർ മാത്രം കൂടി ചേർന്നതാണ് എന്ത്, മെൻഷെവിക്സ്. അങ്ങനെ ബോൾഷെവിക്സിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക്, ലീഡർഷിപ്പിലേക്ക് ആര് വന്നു? ലെനിൻ. നമ്മുടെ മാർക്സിസ്റ്റ് ഐഡിയോളജീസൊക്കെ ഉൾക്കൊണ്ട് ലെനിനും അതുപോലെ തന്നെ ട്രോട്സ്കി എന്ന് പറയുന്ന ഒരു ചിന്തകനും വന്നു. അങ്ങനെ രണ്ട് ലീഡേഴ്സാണ് എന്ത്, ബോൾഷെവിക്സിനുള്ളത്. ആരൊക്കെയാ? ലെനിനും അതുപോലെ ട്രോട്സ്കിയും. ഓക്കെ, മെൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊരു സംഘടനയായിരുന്നു. അതിൽ ആരായിരുന്നു ലീഡർ? അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്സിലും ലെനിനും ട്രോട്സ്കിയും എവിടെ വന്നു? നമ്മുടെ ട്രോട്സ്കിയും മെൻഷെവിക്സിലും വന്നു. അങ്ങനെ ഇവർ വിപ്ലവങ്ങൾ രണ്ടായി ചേരിതിരിഞ്ഞു. അപ്പം എന്തുണ്ടാവും നമുക്കറിയാം, രണ്ടായി ചേരിതിരിഞ്ഞാൽ തന്നെ വിപ്ലവത്തിൻ്റെ ആ ഒരു ശക്തി കുറയും. അപ്പം അങ്ങനെ കുറഞ്ഞ് ആ ഒരു സമയത്ത് പതുക്കനെ ഈ ഒരു റെവല്യൂഷൻ കുറഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാവരും നടുക്കിയ ഒരു സംഭവം ഉണ്ടായി. അതാണ് എന്ത്, ബ്ലഡി സൺഡേ. ഓക്കെ, ബ്ലഡി സൺഡേ എന്ന് പറയുന്ന ആ ഒരു ദിനം. അപ്പം അതെന്താണ് ആ ഒരു ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മുടെ റഷ്യ അന്ന് കാലത്ത് നമുക്കറിയാം, റഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ ഭരിക്കുന്നത്? ഈ പറഞ്ഞ നിക്കോളാസ് രണ്ടാമനാണ് റഷ്യ ഭരിക്കുന്നത്.
അപ്പം അങ്ങനെ നിക്കോളാസ് രണ്ടാമൻ നമ്മുടെ സാർ രാജാക്കന്മാരിൽ നിക്കോളാസ് രണ്ടാമൻ ഭരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി നമുക്ക് ജപ്പാനുമായിട്ടൊന്ന് യുദ്ധം ചെയ്യാമെന്ന്. അങ്ങനെ റഷ്യ ജപ്പാൻ വാറ് ആരംഭിച്ചു. ഓക്കെ, റഷ്യ ജപ്പാൻ ആയിട്ട് ഒന്ന് അടഞ്ഞ് അവ തമ്മിലൊരു യുദ്ധം തുടങ്ങി. അങ്ങനെ റഷ്യ ജപ്പാൻ വാർ ആരംഭിച്ച സമയത്ത് എന്തുണ്ടായി? ഒരുപാട് ആൾക്കാർ മരിച്ചു, ഒരുപാട് ജനങ്ങൾക്ക് എന്തായി മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു രാജ്യത്ത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ രാജ്യം പട്ടിണിയാവും. കാരണം ഏറ്റവും കൂടുതൽ ചിലവുള്ളതാണ് ഒരു യുദ്ധം നടക്കാന്ന് പറഞ്ഞാൽ ആയുധങ്ങളായാലും കാര്യങ്ങളായാലും ഒക്കെ വാങ്ങി. അപ്പം അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ രാജ്യം പട്ടിണിയായി. അപ്പോൾ ആ രാജ്യത്തെ വർക്കേഴ്സും അതുപോലെ ആൾക്കാരെല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്ത് എന്ത് ചെയ്തു? അവിടുത്തെ പെട്രോഗാഡ് എന്ന് പറയുന്ന സിറ്റി, റഷ്യയിലെ പെട്രോഗാഡ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് 1905 ജനുവരി 9 ഒരു വലിയൊരു മാർച്ച് നടത്തി ഈ യുദ്ധത്തിനെ പ്രതിഷേധിച്ച്. അങ്ങനെ യുദ്ധത്തിനെ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയപ്പോൾ എന്തുണ്ടായി? അന്നത്തെ അവിടുത്തെ സോൾജേഴ്സ്, നമ്മുടെ റഷ്യൻ സോൾജേഴ്സ് അവർക്കെതിരെ വെടിയുതിർത്തു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ജാലിയൻവാലാ ബാഗ് പോലെ അവിടുത്തെ സോൾജേഴ്സ് അവിടുത്തെ ജനങ്ങളെ വെടിവെച്ചു. അതിൽ 100 കണക്കിന് ജനങ്ങൾ, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ്, മരണപ്പെട്ടു. ഓക്കെ, അപ്പം അങ്ങനെ യുദ്ധത്തിൽ പ്രതിഷേധിച്ച് റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ പ്രതിഷേധിച്ചാണ് അന്നത്തെ റഷ്യൻ വർക്കേഴ്സ്, റഷ്യയിലെ ഫാമേഴ്സും വർക്കേഴ്സും എല്ലാവരും കൂടി പെട്രോഗാഡിലേക്കൊരു സമരം നടത്തിയത്. കാരണം ഇവിടെ എല്ലാവരും പട്ടിണി കിടന്ന് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവരവിടെ യുദ്ധം ചെയ്ത് കളിക്കാനുള്ളൂ എന്നുള്ളൊരു ദേഷ്യത്തിലാണ് മാർച്ച് നടത്തിയത്. അപ്പോൾ ആ മാർച്ചിനെതിരെ എന്ത് ചെയ്തു? റഷ്യൻ സോൾജേഴ്സ് ഫയർ ചെയ്തു. അങ്ങനെ 100 കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ എന്തുണ്ടായി? അതിൻ്റെ ആ ഒരു ദിവസം ജനുവരി 9, 1905 ആ ഒരു ദിനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബ്ലഡി സൺഡേ. കാരണം രക്തത്തിൽ കുളിച്ച ഞായറാഴ്ച. ക്ലിയർ ആണല്ലോ? അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ റഷ്യയിൽ ആകെ പിന്നെയും വിപ്ലവങ്ങളും കാര്യങ്ങളും, ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ നിക്കോളാസ് രണ്ടാമൻ അവിടെ ഡ്യൂമ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് ജനങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി. കാരണം ഇനി നമുക്ക് ഇങ്ങനെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആൾക്കാരുമായിട്ടൊന്ന് കൂടിയാലോചിക്കാതെ ഇനി ചെയ്യരുതെന്നൊരു ഇത് വന്നപ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു ഭരണകൂടം അവിടെ നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് ഡ്യൂമ. അപ്പോൾ ആ ഡ്യൂമയുടെ ചോദിച്ചിട്ടാണ് പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂന്നായി. പക്ഷേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന സാർ രാജാവ്, അന്നത്തെ റഷ്യൻ ഭരിച്ചിരുന്ന രാജാവ് എന്ത് ചെയ്തു? ഈ ഡ്യൂമ എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് ചോദിക്കാതെ അദ്ദേഹം ഫസ്റ്റ് വേൾഡ് വാർ, 1ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി. അതിലൊരു ഭാഗമാവാൻ വേണ്ടി പോയി. അപ്പോൾ അതിലെന്തുണ്ടായി? നമുക്കറിയാം 1ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ അന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലപ്പോൾ റഷ്യ പോയി പങ്കെടുത്തു. അപ്പോൾ ഒരുപാട് പട്ടാളക്കാർ ആ 1ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചു. അപ്പോൾ ഈ പട്ടാളക്കാർക്ക് മനസ്സിലായി ഈ രാജാവ് ആൾക്ക് ഭ്രാന്താണ്, ഇവിടെ ആൾക്കാർ മരിക്കല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടായ സമയത്ത് എന്തുണ്ടായി? ആ ഒരു സമയത്ത് 1917 അപ്പോഴേക്കും 1917 ആയി. ഓക്കെ, ആ 1917 അന്നത്തെ വുമൻസും അതുപോലെ തന്നെ സ്ത്രീകളും വർക്കേഴ്സും എല്ലാവരും കൂടി പെട്രോഗാഡിലേക്ക് വീണ്ടും ഒരു ജാഥ നടത്തി. കാരണം അവർ പട്ടിണിയിലാണ്. വളരെ നമ്മുടെ ഫ്രഞ്ചിനേക്കാളും വളരെ ദുരവസ്ഥയാണ് ഇവിടെ. ഇവർ രാജാക്കന്മാർ യുദ്ധം നടത്താണ്, ഇവിടുത്തെ ജനങ്ങൾ ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ഇവരും ഗീവ് മീ ബ്രെഡ്, ഞങ്ങൾക്ക് റൊട്ടി തരൂ, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് ഇവരും പ്രൊട്ടസ്റ്റ് നടത്തി അവിടേക്ക്, ഈ പെട്രോഗാഡ് എന്ന് പറയുന്ന നഗരത്തിലേക്ക്. അപ്പം അന്ന് നമുക്കറിയാം 1905 ഇവർ പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ പട്ടാളക്കാർ വെടിവെച്ചു. കാരണം അന്ന് രാജാവിനനുസരിച്ചു. ഇപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് സോൾജേഴ്സ് മരിച്ചു വീണ് കണ്ടപ്പോൾ മറ്റ് സോൾജേഴ്സിന് മനസ്സിലായി തങ്ങളുടെ അവസ്ഥ തന്നെയാവുമെന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? അവരും ഈ വർക്കേഴ്സിൻ്റെയും വുമൻസിൻ്റെയും ഒപ്പം കൂടി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി രാജാവിനെതിരെ. അതായത് സോൾജേഴ്സും കൂടി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ സോൾജേഴ്സ് ആൾസോ ജോയിൻഡ് വിത്ത് ദ പ്രൊട്ടസ്റ്റേഴ്സ്. അങ്ങനെ 1917 പെട്രോഗാഡ് ആ പ്രൊട്ടസ്റ്റ് വളരെ വലിയ രീതിയിൽ നടന്നു. സോൾജേഴ്സിൻ്റെ എല്ലാവരുടെയും സഹായത്തോടു കൂടി അവസാനം പെട്രോഗാഡ് എന്ന് പറയുന്ന ആ സിറ്റി, നമ്മളുടെ ഭരണ കേന്ദ്രമായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ്റെ ഭരണ കേന്ദ്രമായിട്ടുള്ള ആ പെട്രോഗാഡ് നമ്മളുടെ വർക്കേഴ്സ് പിടിച്ചടക്കി. അങ്ങനെ നിക്കോളാസ് രണ്ടാമൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങി.
ഓക്കെ, അങ്ങനെ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് ഫെബ്രുവരി റവല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വിളിക്കുന്നത് എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കലണ്ടറിൽ ഫെബ്രുവരി മാസത്തിൽ, നമ്മുടെ കലണ്ടർ എന്ന് പറയുമ്പോൾ വ്യത്യാസം കിട്ടും. അതൊരു ചെറിയൊരു തമാശയാണ്. എന്താ, നമ്മളുടെ സാധാരണ കലണ്ടറിൽ മാർച്ച് മാസമാണ്, പക്ഷെ അവിടുത്തെ കലണ്ടറിൽ അത് ഫെബ്രുവരി മാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ആ ഫെബ്രുവരിയിൽ 1917 ഫെബ്രുവരിയിൽ നടന്ന ആ ഒരു റവല്യൂഷൻ എന്താ, വർക്കേഴ്സ് എല്ലാവരും കൂടി പെട്രോഗാർഡ് എന്ന് പറയുന്ന ആ നഗരം കീഴടക്കി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നിക്കോളസ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ഭരണം ഇറക്കി വെച്ചു. അങ്ങനെ പുതിയൊരു ഭരണകൂടം അവിടെ ഫോം ചെയ്തു. അപ്പം അങ്ങനെ ഒരു പുതിയ ഭരണകൂടം ഫെബ്രുവരി റവല്യൂഷനിൽ ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താ, പ്രൊവിഷണൽ ഗവൺമെൻറ്. പെട്ടെന്ന് രൂപം കൊണ്ട ഒരു പുതിയ ഭരണകൂടമാണ് പ്രൊവിഷണൽ ഗവൺമെൻറ്. അപ്പോൾ ആ പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് ആര് നേതൃത്വം കൊടുത്തു, നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ആരാണ് അലക്സാണ്ടർ കെരൻസ്കി, നമ്മുടെ മെൻഷെവിക് മൈനോറിറ്റി ഗ്രൂപ്പ്, സോവിയറ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായപ്പോൾ ഉണ്ടായ മെൻഷെവിക് എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡറാണ് ആര്, അലക്സാണ്ടർ കെരൻസ്കി. അദ്ദേഹം ആ പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ ഭരണ ചുമതല ലീഡർഷിപ്പ് ഏറ്റെടുത്തു. അദ്ദേഹം ഭരിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്താ, അവിടുത്തെ ജനങ്ങൾക്ക് അത്ര തൃപ്തരായില്ല. കാരണം എന്താ, മെജോറിറ്റി ഓഫ് ജനങ്ങൾ സോവിയറ്റ് എന്ന് പറയുന്ന ഒരാൾക്കാരായിരുന്നു. അതായത് ആ പ്രതിഷേധത്തിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ലെനിൻ ഒക്കെ ആയിട്ട് ബോൾഷെവിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും കൂടി ഉണ്ടായി. അപ്പോൾ ആ പാർട്ടിയിൽ ഉൾപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, സോവിയറ്റുകാർ. അതായത് കുറച്ച് സ്വന്തമായ ചിന്തകളുള്ള, വ്യത്യസ്തമായ ചിന്തകളുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഈ അലക്സാണ്ടർ കെരൻസ്കിയുടെ ഭരണത്തോട് യോജിച്ചില്ല. അപ്പം അങ്ങനെ ഉണ്ടായപ്പോൾ എന്തുണ്ടായി, ലെനിൻ ആ സമയത്ത് സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ലെനിൻ തിരിച്ചു വന്നു റഷ്യയിലേക്ക്. അങ്ങനെ ലെനിൻ തിരിച്ചു വന്ന് സോവിയറ്റ് ആൾക്കാരുടെയും അതുപോലെ തന്നെ ബോൾഷെവിക്കുകളുടെയും നേതൃത്വത്തിൽ കുറച്ച് ഡിമാൻഡുകൾ, അതായത് ആദ്യം പ്രൊട്ടസ്റ്റ് ആരംഭിച്ചപ്പോൾ തന്നെ വാർ തുടങ്ങിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് ഡിമാൻഡുകൾ മെൻഷെവിക്കിന് നമ്മളുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു ആ ഡിമാൻഡ് എന്നൊന്ന് നോക്കാം. അദ്ദേഹം നമ്മുടെ ലെനിൻ്റെ നേതൃത്വത്തിൽ കൊടുത്ത കുറച്ച് ഡിമാൻഡ്സ് ആയിരുന്നു, വിത്ത് ഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ എന്താ, സോൾജേഴ്സിന് എല്ലാവർക്കും ആവശ്യം റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിൻവലിയണമെന്നായിരുന്നു. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ആവശ്യം, വിത്ത് ഡ്രോ ദ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. ഇനി സെക്കൻഡ് ആവശ്യം എന്തായിരുന്നു, സീസ് ദ ലാൻഡ് ഫ്രം ലോഡ്സ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഫാർമേഴ്സ്. അതായത് ഭരണാധികാരികൾ, അതായത് ഭൂവുടമകളിൽ നിന്ന് ലാൻഡ് സീസ് ചെയ്ത് വാങ്ങി അത് പാവപ്പെട്ട കർഷകർക്ക് വീതിച്ചു കൊടുക്കണം. അതായിരുന്നു രണ്ടാമത്തെ ആവശ്യം. പിന്നെ മൂന്നാമത്തെ ആവശ്യം, മേക്ക് ഫാക്ടറീസ് ആസ് പബ്ലിക് പ്രോപ്പർട്ടി. നമുക്കറിയാം നമ്മളുടെ ഫോറിനേഴ്സ് എല്ലാം വന്ന് കൈയടക്കി വെച്ചിട്ടുള്ള പ്രൈവറ്റ് ഫാക്ടറീസ് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു, അത് പബ്ലിക് പ്രോപ്പർട്ടി ആക്കി എല്ലാ ജനങ്ങൾക്കും കൊടുക്കണം, പബ്ലിക് ഗവൺമെൻറ്റിൻ്റേതാക്കണം ഫാക്ടറീസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ആര്, നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് നടപ്പാക്കാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി, അദ്ദേഹം നമ്മുടെ 1979 ബോൾഷെവിക്കുകൾ ഒരു ഓർഗനൈസ് ചെയ്ത് കൂട്ടമായി നമ്മളുടെ ഒരു ആർമഡ് റിബല്യൻ, ഒരു യുദ്ധം തന്നെ ആർക്കെതിരെ, അലക്സാണ്ടർ കെരൻസ്കിക്കെതിരെ നടത്തി. ഓക്കെ, അത് ഒക്ടോബർ മാസത്തിലാണ് അത് നടത്തിയത്. അതായത് അവിടുത്തെ കലണ്ടറിൽ ഒക്ടോബർ മാസം, റഷ്യൻ കലണ്ടറിൽ ഒക്ടോബർ മാസത്തിലാണ് നടത്തിയത്. അപ്പോൾ നമ്മുടെ കലണ്ടറിൽ അത് നവംബർ ആവും. പക്ഷേ അവിടുത്തെ കലണ്ടർ പ്രകാരം അത് ഒക്ടോബർ മാസം 1917 എന്ത്, ഈ പറഞ്ഞ റവല്യൂഷൻ, അലക്സാണ്ടർ കെരൻസ്കിക്കെതിരെ ആർമഡ് റിബല്യൻ, ഒരു യുദ്ധം നടത്തി. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയെ അവിടെ നിന്ന് ഓടിച്ചു. അലക്സാണ്ടർ കെരൻസ്കി റഷ്യ വിട്ട് വേറെ രാജ്യത്തിലേക്ക് നാട് കടത്തപ്പെട്ടു. അങ്ങനെ റഷ്യ ബോൾഷെവിക്കുകളുടെ ലെനിൻ്റെ കീഴിലുള്ള ബോൾഷെവിക്കിൻ്റെയും സോവിയറ്റുകാരുടെയും അണ്ടറിലായ റഷ്യ. അങ്ങനെ പുതിയൊരു ഭരണകൂടം, എ ന്യൂ ക്യാബിനറ്റ് വാസ് കെയിം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലെനിൻ. ഒരു പുതിയ ഭരണകൂടം രൂപപ്പെട്ടു. അങ്ങനെ റഷ്യൻ റവല്യൂഷൻ കഴിഞ്ഞ് പുതിയൊരു ഭരണകൂടം വന്നു. അപ്പോൾ ലെനിൻ ഭരണത്തിലേർപ്പെട്ടപ്പോൾ കൊണ്ടുവന്ന പുതിയ നയങ്ങൾ, ദ എഫക്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ, അതായത് എന്താ, ലെനിൻ്റെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം, ലെനിൻ പറഞ്ഞ ആ കാര്യം നടപ്പിലാക്കി എന്താ, റഷ്യ വിത്ഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി.
അതുപോലെ സീസ്ഡ് ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഫാർമേഴ്സ്, ഭൂവുടമകളിൽ നിന്ന് ലാൻഡ് സീസ് ചെയ്ത് ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തു. കാരണം നമുക്കറിയാം പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്താലേ ഗവൺമെൻറ് വളരുള്ളൂ, എന്നാലേ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അങ്ങനെ പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് രാജ്യത്തെ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഭരണ സമിതി രൂപീകരിച്ചു. പിന്നെ ഡെവലപ്ഡ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എക്കണോമി, അതുപോലെ ശാസ്ത്രത്തിലും ടെക്നോളജിയിലും എക്കണോമിയിലും പുതിയ പുതിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നെ യൂണിയൻ ഓഫ് അതുപോലെ സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്, അതുപോലെ സോഷ്യലിസ്റ്റ് ഐഡിയ, സോഷ്യലിസ്റ്റ് ചിന്താഗതി, മാർക്സിസം ലോകമെമ്പാടും അദ്ദേഹം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന റഷ്യ, സോവിയറ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ റഷ്യ 1924 റിപ്പബ്ലിക്കായി. ഓക്കെ, അങ്ങനെ അവർ റിപ്പബ്ലിക്കൻ സ്വതന്ത്രരായി. ഏത് വർഷം? 1924. അതോടുകൂടി റഷ്യൻ റവല്യൂഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ 1924 റഷ്യ റിപ്പബ്ലിക്കായി, സോവിയറ്റ് സോഷ്യലിസ്റ്റ് രാജ്യമായി മാറി. അങ്ങനെ റഷ്യ റിപ്പബ്ലിക്കായി, റഷ്യൻ റവല്യൂഷൻ അവസാനിച്ചു.